അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മൃതദേഹം ഇനിയും സംസ്കരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ. സുരക്ഷാ ഭീഷണികളും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് മൃതദേഹം സംസ്കരിക്കാത്തതെന്നും പറയുന്നു. ഫെബ്രുവരി 28-നാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെട്ടത്. മഷ്ഹദ് നഗരത്തിൽ മൃതദേഹം അടക്കം ചെയ്യാനായിരുന്നു തീരുമാനം. ഇവിടെ ആക്രമണ സാധ്യത കുറവായതിനാലാണ് ഖമനേയിയുടെ അന്ത്യവിശ്രമ സ്ഥലമായി നിലവിൽ അധികൃതർ ഇത് പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ് മഷ്ഹദ്. തുർക്ക്മെനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഇസ്രയേലിൽ നിന്ന് അകലെയുള്ള നഗരമാണിതെന്നും ഇമാം റസ ദേവാലയം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സുരക്ഷ വെല്ലുവിളിയാകുമെന്ന് അധികൃതർ ആശങ്കപ്പെടുന്നുമുണ്ട്. ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമനേയിയെ മാർച്ച് 8-ന് പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തന്റെ പിതാവ് കൊല്ലപ്പെട്ട അതേ വ്യോമാക്രമണത്തിൽ 56-കാരനായ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തും കാലുകൾക്കും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് വിവരം. അതേസമയം മേഖലയിൽ സംഘർഷം അയവില്ലാതെ ഇപ്പോഴും തുടരുകയുമാണ്. ഇറാനുമായുള്ള ചർച്ചകൾക്കായി തന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. US മുന്നോട്ട് വെക്കുന്ന കരാർ അംഗീകരിച്ചില്ല എങ്കിൽ ഇറാനിലെ എല്ലാ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർത്തു കളയുമെന്നും ട്രംപ് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിൽ ഇന്നലെ ഇറാൻ നടത്തിയ വെടിവെപ്പ് വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായ ലംഘനമാണെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. ഇസ്ലാമാബാദിൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കായിട്ടാണ് US പ്രതിനിധി സംഘം പോകുന്നത്. ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നൽകിയിട്ടുമില്ല. ഇന്നലെ ഹോർമസ് കടലിടുക്കിൽ ഇറാൻ വെടിയുതിർക്കാൻ തീരുമാനിച്ചു. നമ്മുടെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണിത്. അവയിൽ പലതും ഒരു ഫ്രഞ്ച് കപ്പലിനെയും UK-യിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പലിനെയും ലക്ഷ്യം വെച്ചായിരുന്നു. അത് നന്നായിരുന്നില്ല. എന്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു. ചർച്ചകൾക്കായി അവർ നാളെ വൈകുന്നേരം അവിടെ എത്തും. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത്. ഹോർമസ് കടലിടുക്ക് അടച്ചിടുകയാണെന്ന ഇറാന്റെ പ്രഖ്യാപനത്തെ ട്രംപ് പരിഹസിക്കുകയും ചെയ്തു. ഹോർമസ് കടലിടുക്ക് അടച്ചിടുന്നതായി ഇറാൻ അടുത്തിടെ പ്രഖ്യാപിച്ചു. ഇത് വിചിത്രമാണ്. കാരണം നമ്മുടെ ഉപരോധം ഇതിനകം അതിനെ അടച്ചിട്ടുണ്ട്. അവർ അറിയാതെ നമ്മളെ സഹായിക്കുകയാണ്. അടഞ്ഞ പാതയിൽ ദിവസം $500 മില്യൺ നഷ്ടമാണ് അവർക്കുള്ളത്. അമേരിക്കയ്ക്ക് നഷ്ടമൊന്നുമില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വാസ്തവത്തിൽ പല കപ്പലുകളും അമേരിക്കയിലേക്ക് എണ്ണ നിറയ്ക്കാനായി പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയിൽ കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനെ തകർക്കുമെന്ന ഭീഷണിയോടെയാണ് ട്രംപ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഞങ്ങൾ വളരെ ന്യായവും യുക്തിസഹവുമായ ഒരു ഡീൽ വാഗ്ദാനം ചെയ്യുന്നു. അവർ അത് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവർ അത് സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ പവർ പ്ലാന്റുകളും എല്ലാ പാലങ്ങളും തകർത്തു കളയും. ഇനി മിസ്റ്റർ നൈസ് ഗൈ ഇല്ല. അവർ വേഗത്തിലും എളുപ്പത്തിലും തകരും. അവർ ഡീൽ സ്വീകരിച്ചില്ല എങ്കിൽ കഴിഞ്ഞ 47 വർഷമായി മറ്റു പ്രസിഡന്റുമാർ ഇറാനോട് ചെയ്യേണ്ടിയിരുന്ന കാര്യം ചെയ്യാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് എന്റെ ബഹുമതിയായിരിക്കുമെന്നും ട്രംപ് പറയുന്നു. ഇറാൻ എന്ന കില്ലിംഗ് മെഷീനെ നശിപ്പിക്കേണ്ട സമയമായെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പോർവിളികൾ ഉയർന്നതിനിടയിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏത് നിമിഷവും ചർച്ചയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയതും. റാവൽപിണ്ടിയിൽ അതീവ ജാഗ്രത പാലിക്കുകയും 10,000-ലധികം പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. റാവൽപിണ്ടിയിലെ നൂഖാൻ വ്യോമത്താവളത്തിലാകും അമേരിക്ക ഇറാൻ പ്രതിനിധി സംഘം ഇറങ്ങുക. ഇവിടെ നിന്നാണ് ഇവർ ഇസ്ലാമാബാദിലേക്ക് പോകുക. ഈ സാഹചര്യത്തിലാണ് റാവൽപിണ്ടിയിൽ സുരക്ഷ ഉയർത്തിയിരിക്കുന്നത്. പ്രധാന റോഡുകളടക്കം തടഞ്ഞുകൊണ്ടാണ് സുരക്ഷാ വിന്യാസം. ഏപ്രിൽ 18-ന് അർദ്ധരാത്രി മുതൽ സുരക്ഷാ വിന്യാസം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യഘട്ട ചർച്ച പരാജയമായിരുന്നു. എന്നാൽ തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് ഇരുപക്ഷവും അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.